ഷാജി രാഘവനുണ്ട്. ശ്രീ ഷാജി രാഘവൻ, ബീഹാറിൽ എന്താണോ അമിത് ഷാ നിശ്ചയിച്ചത് അതിലേക്ക് ചെന്നെത്താതെ തരമില്ല എന്ന അവസ്ഥയിലേക്ക് നിതീഷ് കുമാറിനെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. ഉടനെയൊന്നും പ്രഖ്യാപനം വന്നില്ലെങ്കിലും കുഴപ്പമില്ല, പതുക്കെ മതി അമിത് ഷാ കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചുവെന്നാണ് കേൾക്കുന്നത്. ബീഹാറിലെ നഷ്ടം അത് JDU-വിന് ഒരു സംസ്ഥാനത്തുണ്ടാകുന്ന നഷ്ടം എന്നതിനപ്പുറം ഇന്ത്യ മുന്നണി ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണിയുടെ ആർക്കിടെക്റ്റായ നിതീഷിന്റെ കൊഴിഞ്ഞുപോക്ക് ആ മുന്നണിയുടെ തന്നെ സാധ്യതകളെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകില്ലേ? കാരണം നിതീഷ് മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക രാഷ്ട്രീയം അത് മമതയ്ക്കും കെജ്രിവാളിനും ഒക്കെ തോന്നുന്ന കാര്യം തന്നെയല്ലേ? നമ്മുടെ ഡോക്ടർ വർഗീസ് ജോർജ് സാറ് വളരെ സൗമ്യനായ ഒരു പൊതുപ്രവർത്തകനാണ്. പക്ഷെ ഇന്നത്തെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളൊക്കെ വളരെ ദുർബലമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ BJP വളരെ കൃത്യമായി 400+ അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനം പാർട്ടിയുടെ അടിത്തട്ട് തൊട്ട് എത്രയോ കാലമായി നടക്കുന്നു. ഞങ്ങൾ 2014-ലും 2019-ലും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഞങ്ങൾക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു. 2014 നരേന്ദ്രമോദിയെ പൊതുമധ്യത്തിൽ അവതരിപ്പിക്കുന്നതിൽ ഉണ്ടായ ബുദ്ധിമുട്ടുൾപ്പെടെ 2019 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അതിന് തൊട്ടുമുമ്പ് നടന്ന സെമി ഫൈനൽ എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. പക്ഷേ ഈ 24 തെരഞ്ഞെടുപ്പിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും അങ്ങനെ ഒരു അവിശ്വാസം ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളെ ഞാൻ ആ അർത്ഥത്തിൽ ചേർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? 10 വർഷമായി നമ്മുടെ രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ഗവൺമെന്റിനെതിരെ ഒരു മുന്നണി സംവിധാനം കൊണ്ടുവന്നു, ഇന്ത്യ മുന്നണി. ഇന്ന് ആ ഇന്ത്യ മുന്നണി തകർന്ന് തരിപ്പണമായിരിക്കുകയല്ലേ. ഇവിടെ അവതാരക പറഞ്ഞതുപോലെ ഇതിന്റെ ആർക്കിടെക്ട് ആയിരുന്നില്ലേ നിതീഷ് കുമാർ? അതേപോലെ തന്നെ ഒരു 2-3-4 ദിവസം മുമ്പ് ഉണ്ടായ ഡെവലപ്മെന്റ് നമുക്കറിയാമല്ലോ. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജി മുഴുവൻ സീറ്റിലും, അതായത് മുന്നണിയുടെ ഭാഗമായി നിന്ന് മത്സരിക്കാൻ തയ്യാറല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ മുഴുവൻ സ്ഥലങ്ങളിലും മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിനുശേഷമുള്ള ചർച്ചകൾക്ക് ശേഷം ഉരുത്തിരിഞ്ഞ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, ഇതേ അല്ല ഇപ്പൊ നമ്മൾ ഈ കേരളത്തിൽ ചർച്ച ചെയ്യുന്നതൊന്നും അല്ല ഇതിന്റെ യാഥാർത്ഥ്യം. സത്യത്തില് ഈ മുന്നണിയുടെ പിറവി തൊട്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, ഈ മുന്നണി പൂർണ്ണ രൂപത്തിൽ എത്തിയിട്ടുണ്ടോ? ഇപ്പോഴും കൺവീനറില്ല. എന്താ കൺവീനർ ഇല്ലാത്തത്? ഈ നിതീഷ് കുമാറിനെ മുന്നണിയുടെ ഭാഗമാക്കി പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കൺവീനറെ പ്രഖ്യാപിക്കാത്തത്. അതുകൊണ്ട് നിതീഷ് കുമാർ ആ മുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇന്ന് ആ നിതീഷ് കുമാർ മുന്നണി വിടുമ്പോൾ ഇപ്പോൾ ഉന്നയിക്കുന്ന വാദങ്ങളൊന്നും തന്നെ ശരിയല്ല. കാരണം ഈ മുന്നണിയുടെ മുന്നണി എന്നുള്ള നിലയിൽ അവർ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന അതിന്റെ മുഴുവൻ അതിന്റെ മുഴുവൻ പശ്ചാത്തലവും ഇന്ന് പൊളിഞ്ഞടുങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോ ഇവർ പോസ്റ്റ് ഇലക്ഷൻ അലയൻസിനെ പറ്റിയിട്ടൊക്കെ ഇനി വരും ദിവസങ്ങളിൽ സംസാരിക്കും. നമ്മൾ കേൾക്കാൻ പോകുന്നത് അതിനെ പറ്റിയിട്ടാണ്. ഇന്നിപ്പോൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരെ ഈ മുന്നണി തകരാനുള്ള അടിസ്ഥാനപരമായ കാരണങ്ങളോട് നമ്മൾ പരിശോധിക്കണം. കാരണം ഈ മുന്നണിക്ക് ഏത് വിഷയത്തിലാണ് നിലപാടുള്ളത്? ഈ മുന്നണി രൂപീകരിക്കുന്നത് തന്നെ നരേന്ദ്രമോദിയെ പുറത്താക്കണമെന്നുള്ള ഒരൊറ്റ ലൈൻ മുദ്രാവാക്യമാണ് അവരുടെ മുമ്പിലുള്ളത്. അതിനുവേണ്ടി അവര് നേതൃത്വം കൊടുക്കുന്ന പാർട്ടികളുടെ നേതാക്കന്മാരുടെ അവസ്ഥ തന്നെ ഇന്ത്യ മുന്നണിയിൽ ഭിന്നത വന്നിരിക്കുന്നു എന്നുള്ള പ്രശ്നം. ഞാൻ താങ്കളിലേക്ക് വരാം. You are watching Reporter Evening Show.